ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൗതമിൻ്റെയും നിധിയുടെയും ടൂർ ശിവാനി തകർത്തെറിയുകയാണ്. അങ്ങനെ ഗൗതം നിധിയോട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. നീ എന്തുകൊണ്ട് സ്വിറ്റ്സർലാൻഡിലേക്ക് വരുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ നിധി തറപ്പിച്ച് പറയാണ്, ഞാനില്ല എന്നല്ലേ ഗൗതമിനോട് പറഞ്ഞത് എന്ന് പറഞ്ഞ് കഥ അങ്ങ് കുറ്റിയിടാണ് കേട്ടോ. അപ്പോൾ ഗൗതം നേരെ പാറു എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് ഹോളിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അവിടെ ശിവാനി ഉണ്ടാവും. ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ്, ഗൗതമിൻ്റെ ആ വരവ് കാണുന്ന സമയത്ത് നിധി ടൂറിനില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ പാറു ഗൗതം വിളിക്കുന്നത് കേട്ടിട്ട് വരികയാണ്. അപ്പോൾ വസുന്ധര കൂടി വരികയാണ് കേട്ടോ. എന്നിട്ട് പറയണ, പാറു നിധി പറയുന്നത് കണ്ടില്ലേ, ഇപ്പോൾ നിധി ടൂറിനില്ല എന്നാ പറയുന്നത്. പാറു ഒന്ന് പറഞ്ഞു നോക്ക്, ഉറപ്പായും നിധി വരും. പാറു പറഞ്ഞാൽ നിധി കേൾക്കും എന്ന് പറയട്ടോ. പാറുവിൻ്റെ കൈ പിടിച്ച് നിധിയുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ നിൽക്കുന്ന സമയത്ത് വസുന്ധര പറയണേ, നീ എന്തിനാണ് ഗൗതം നിധിയെ വെറുതെ നിർബന്ധിക്കുന്നത്? നിധി ഇല്ല എന്നല്ലേ പറഞ്ഞത്, പിന്നെ എന്തിനാണ് അവളുമായിട്ട് ഇപ്പോൾ ടൂറിന് പോകാനൊക്കെ നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഗൗതം പറയണ്, പുറത്തു പോയി വരുന്നത് വരെ നിധി ടൂറിനുണ്ടോ എന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ പെട്ടെന്ന് എന്താണാവോ നിധിക്ക് പറ്റിയത്? പാറുവിന് വല്ലതും അറിയുമോ? എന്തെങ്കിലും പ്രശ്നം ഇവിടെ ഉണ്ടായോ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ പാറു ശിവാനിയെ ഒന്ന് നോക്കുകയാണ് കേട്ടോ. അങ്ങനെ ശിവാനിയെ ഗൗതമൻ നോക്കുന്ന സമയത്ത് ശിവാനി പറയണേ, എന്തിനാണ് എന്നെ നോക്കുന്നത്? ഞാനിതിലൊന്നും പറഞ്ഞിട്ടില്ല, എനിക്കിതിനെക്കുറിച്ച് അറിയത്തില്ല എന്ന് പറയുമ്പോൾ ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ്, ഒരു അവകാശവും ഇല്ലാത്ത നീ ഇവിടുത്തെ സ്വത്തുക്കളൊക്കെ അനുഭവിക്കാമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ അതിന് സമ്മതിക്കില്ല. നിന്നെയും നിധിയെയും എത്രയും പെട്ടെന്ന് ഈ വീട് വിട്ട് തന്നെ ഞാൻ പുറത്താക്കുമെന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ്. എന്നിട്ട് വസുന്ധര പറയണേ, ഇതുവരെ അവളല്ലേ ഉണ്ട് എന്ന് പറഞ്ഞത്, ഇപ്പൊ പെട്ടെന്ന് അവൾക്ക് എന്താ ടൂറിനില്ല എന്ന് പറയാന്? അപ്പോൾ ഗൗതം പറയണേ, കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ഇതുവരെയും പുറത്തേക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ ഒരു ഹണിമൂൺ ട്രിപ്പ് കൂടി ആക്കാമെന്നാണ് ഞാൻ കരുതിയത്. എന്തെല്ലാം പ്ലാൻ ചെയ്തതാണ്. ടൂറിനില്ല എന്ന് പറയുന്നതിന്റെ കാരണം ഒരു സ്വപ്നം കണ്ടു അത്ര. എനിക്കെന്തോ അപകടം പറ്റുന്ന സ്വപ്നം. അത് നിധി വെറുതെ കള്ളം പറയുന്നതാണ്, എന്തോ ഒന്ന് ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് ഗൗതം പറയട്ടോ. അപ്പോൾ ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ്, അതിനുള്ള കാരണം ഞാൻ തന്നെയാണ്. അപ്പോൾ അമ്മായിയമ്മയെ രക്ഷിക്കാൻ വേണ്ടി നിധി വെറുതെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞുള്ള കള്ളമാണല്ലോ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ടൂർ ക്യാൻസൽ ആയല്ലോ, അത് തന്നെയാണ് എനിക്കും വേണ്ടത് എന്ന് ശിവാനി മനസ്സിൽ സന്തോഷത്തോടു കൂടി ചിന്തിക്കാൻ കേട്ടോ. അപ്പോൾ ഗൗതം പറയണേ, എന്തിൻ്റെ പേരിലാണെങ്കിലും ശരി ടൂർ ക്യാൻസലാക്കാൻ ഞാൻ സമ്മതിക്കില്ല. പാറു, നീ പറഞ്ഞ ഉറപ്പായും നിധി അനുസരിക്കും. ഒന്ന് സംസാരിച്ച് നോക്ക് എന്ന് പറഞ്ഞ് പാറുവിൻ്റെ കൈ പിടിച്ച് പോവാൻ നിൽക്കുമ്പോൾ വസുന്ധര പറയണം, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഗൗതം ഈ ടൂറിനൊന്നും പോവണ്ട എന്ന്. അവൾക്ക് എന്താ പൈസയ്ക്കുണ്ടോ വല്ല വിലയും അറിയുന്നത്? ഇനി എത്ര പൈസ ഇപ്പോൾ ഇതിനു വേണ്ടി നീ മുടക്കി? ഫ്ലൈറ്റ് ടിക്കറ്റിന് വേണ്ടിയും അവിടെ പോയി താമസിക്കാനുള്ള സ്റ്റാർ ഹോട്ടലിന് വേണ്ടിയും അങ്ങനെ എത്ര പൈസ. അവൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല. എങ്ങനെയാണ് അവൾ നിന്നെ മനസ്സിലാക്കിയിട്ടില്ല? അവൾ കിട്ടാൻ അവൾക്ക് ഒരു യോഗ്യതയും ഇല്ല എന്ന് പറയുമ്പോൾ ഗൗതം പറയണേ, ഒന്ന് നിർത്തുന്നുണ്ടോ? എന്തിനാണ് ഇവിടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്? പാറു ഒന്ന് വാ, എന്നിട്ട് നിധിയുമായിട്ടൊന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞ് കൈ പിടിച്ചോണ്ട് പോകുമ്പോൾ പാറു പറയണ്, ഗൗതം മോനെ, ഞാൻ എന്താണ് നിധിയോട് പറയേണ്ടത്? നിധിക്ക് ഇഷ്ടമില്ലാത്തടത്തേക്ക് പിന്നെ എന്തിനാണ് നിർബന്ധിക്കുന്നത്? നിർമ്മല പറയണേ, നിധിക്ക് ഇഷ്ടമില്ലായ്ക ഒന്നും ഉണ്ടാവില്ല എന്ന് പറയുമ്പോഴത്തേക്കും പാറു നിർമ്മലയുടെ നേരെ അങ്ങ് പൊട്ടിത്തെറിക്കാണ്ടോ. എന്നിട്ട് പറയണേ, നീ എന്തിനാ ഇപ്പോൾ ഇവിടെ അഭിപ്രായം പറയുന്നത്? നിനക്കെന്താ അടുക്കളയിൽ ജോലിയില്ലേ? നീ അവിടേക്ക് പോ, ഇതിലൊന്നും നീ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് നിർമ്മലയോട് ദേഷ്യപ്പെട്ടിട്ട് നിർമ്മലയെ പറഞ്ഞയക്കുക. ഇവര് ഹോളിൽ നിന്ന് സംസാരിക്കുന്നതൊക്കെ നിധി റൂമിലിരുന്ന് കേൾക്കുന്നുണ്ട്. അതോ വിഷമത്തോട് കൂടിയിട്ടാണ് കേട്ടോ നിധി കേൾക്കുന്നത്. അങ്ങനെ പാറു ഗൗതമിനോട് പറയണേ, അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ എന്തിനാണ് ഗൗതം നീ അവളെ വെറുതെ നിർബന്ധിക്കുന്നത് എന്ന് പറഞ്ഞതോടുകൂടി ഗൗതമിന് കാര്യം മനസ്സിലാവാണ്. അപ്പോൾ ഗൗതം, മതി പാറു, ഇനി സംസാരിക്കേണ്ട, എനിക്ക് മനസ്സിലായി, ഇതെല്ലാം എൻ്റെ തലയിൽ എഴുത്താണ് എന്നും പറഞ്ഞ് ഗൗതം നേരെ നിധിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് നിധിയെ നോക്കുകയാണ്. എന്നിട്ട് ഗൗതം ദേഷ്യത്തിൽ ചോദിക്കുകയാണ്, നിധി ഒന്നുകൂടി ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, നീ വരുന്നുണ്ടോ ടൂറിന്? നമുക്ക് ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങാം, ഇപ്പോൾ ഫ്ലൈറ്റിന് സമയമായി തുടങ്ങി, നിന്നോടാണ് ചോദിക്കുന്നത് എന്ന് പറയുമ്പോൾ നിധി വീണ്ടും പറയണേ, ഇല്ല എന്നല്ലേ ഗൗതം ഞാൻ പറഞ്ഞത്. സമയത്ത് വസുന്ധര ശിവാനിയോട് ചെവിയിൽ ഇങ്ങനെ സ്വകാര്യത്തിൽ ചോദിക്കുന്നുണ്ട്, അതെന്താ നിധിക്കിപ്പോൾ പെട്ടെന്ന് ടൂറിന് പോകുന്നില്ല എന്ന് തീരുമാനിച്ചത്? നിനക്ക് വല്ലതും അറിയുമോ? ഇപ്പോൾ ഇതുവരെയും അവൾ പോകുന്നു എന്നല്ലേ പറഞ്ഞത്, ഇപ്പോൾ പെട്ടെന്ന് എന്താ അവൾക്ക് പറ്റിയത്? ശിവാനി പറയണ, അറിയില്ല ആൻറ്റി, എനിക്ക് നല്ല സംശയമുണ്ട്, അവൾ എന്തുകൊണ്ടാവും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്ന് അഭിനയിച്ചുകൊണ്ട് ശിവാനി വസുന്ധരയോട് പറയട്ടോ. അങ്ങനെ വസുന്ധര പോയി കഴിഞ്ഞ ശേഷം പാറു ശിവാനിയോട് പറയണേ, ഇതൊക്കെ കാണുമ്പോൾ ഒരു മനസാക്ഷിക്കുത്തും തോന്നുന്നില്ലേ ശിവാനി? അവർ പൊയ്ക്കോട്ടെ, അവർ ടൂറിന് പൊയ്ക്കോട്ടെ, നീ എന്തിനാണ് വെറുതെ തടസ്സം നിൽക്കുന്നത് എന്ന് ചോദിക്കാട്ടോ. എനിക്ക് മനസാക്ഷിയുള്ളത് കൊണ്ടല്ലേ അവരിപ്പോൾ അർഹതയില്ലാത്ത ഈ വീട്ടിൽ ഇപ്പോഴും നിൽക്കുന്നത്. നിങ്ങൾ എൻ്റെ കാലിൽ വീണ് കെഞ്ചി പറഞ്ഞത് കൊണ്ടാണ് അവർ ഇപ്പോഴും ഈ വീട്ടിൽ ഇപ്പോൾ നിൽക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ഈ വീട് വിട്ട് എപ്പോഴേ ഞാൻ അവരെ പറഞ്ഞയച്ചേനെ എന്ന് പറഞ്ഞ് ശിവാനി പരിഹാസത്തോട് കൂടിയിട്ടും അഹങ്കാരത്തോടു കൂടിയും പാറുവിനോട് സംസാരിച്ചു
വിളിച്ചിട്ട് പോവാണ് കേട്ടോ. ഈ സമയത്ത് നിധിയോട് കെഞ്ചും കൊണ്ട് ഗൗതം പറയണേ, നിധി നീ ഒന്ന് പറഞ്ഞത് കേൾക്ക്, എന്താണ് നിനക്ക് പറ്റിയത്? പെട്ടെന്ന് എന്തിനാണ് നീ ഇപ്പോൾ ടൂറിന് പോവണ്ട എന്ന് തീരുമാനിച്ചത്? നമുക്ക് പോവാം നിധി, നീ ഒന്ന് പറഞ്ഞത് മനസ്സിലാക്ക് എന്ന് പറഞ്ഞ് നിധിയോട് യാചിച്ചുകൊണ്ട് ഗൗതം പറയുമ്പോൾ നിധി പറയാണ്, ഗൗതം ഞാൻ കണ്ട ദുസ്വപ്നം എന്നങ്ങ് പറഞ്ഞ് മുഴുവനാക്കാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. അപ്പോഴത്തേക്കും ഗൗതം ദേഷ്യപ്പെട്ട്, മതി നീ നിർത്ത്, നിന്റെ ഒരു സ്വപ്നം അതെല്ലാം നീ വെറും പച്ചക്കള്ളമാണ് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. വരാത്തതിന് മറ്റെന്തോ ഒരു കാരണമുണ്ട്, ആ കാരണം എന്താന്ന് വെച്ചാൽ ഒന്ന് പറ. കാരണവുമില്ല എന്ന് പറയട്ടോ. അപ്പോഴാണ് ഗൗതമിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത്. അപ്പോൾ അത് ഫ്ലൈറ്റ് മീമായി എത്രയും പെട്ടെന്ന് എയർപോർട്ടിൽ എത്തണം എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് ആയിരിക്കും കേട്ടോ. കണ്ടില്ല നിധി, നീ ഒന്ന് പറഞ്ഞത് കേൾക്ക്, ഞാൻ നിന്നോട് യാചിക്കുകയാണ്. നമ്മൾ എന്തെല്ലാം സ്വപ്നം കണ്ടതാണ്, നീ അതെല്ലാം തകർത്ത് കളയല്ലേ, നീ ഒന്ന് വാ. ഇതുവരെയും കല്യാണം കഴിഞ്ഞ് ഹണിമൂൺ ട്രിപ്പിനൊന്നും പോയിട്ടില്ലല്ലോ, അപ്പോൾ അതുകൂടിയാണ് ഞാനിപ്പോൾ ഉദ്ദേശിച്ചത്. നീ ഒന്ന് വരുന്നുണ്ടോ, ഞാൻ നിന്നോട് യാചിക്കുകയാണ് എന്നൊക്കെ പറയട്ടോ. അപ്പോൾ നിധി ആ സമയത്ത് പാറു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മിക്കുകയാണ്. എന്നിട്ട് പാറുവിനെ ധിക്കരിച്ച്, ഞാൻ എങ്ങനെ ഗൗതമിൻ്റെ കൂടെ പോവും, എനിക്കതിന് കഴിയില്ല ഗൗതം, സോറി എന്നൊക്കെ മനസ്സുകൊണ്ട് നിധി പറയുകയാണ് കേട്ടോ. അപ്പോൾ ഗൗതം പറയണേ, നീ എന്തായാലും ഉറച്ച തീരുമാനത്തിലല്ലേ, എങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് എന്ന് പറഞ്ഞ് ആ ടിക്കറ്റ് എടുത്ത് കീറുകയാണ് കേട്ടോ. എന്നിട്ട് പിച്ച് ചിന്തിയ ശേഷം നിധിയുടെ നേരെ അങ്ങ് എറിയുകയാണ്. എന്നിട്ട് അവിടെ ഇരിക്കുന്ന പെട്ടിയൊക്കെ തട്ടിയിട്ട ശേഷം നിധിയോട് ദേഷ്യപ്പെട്ടിട്ട് ഗൗതം അവിടെ നിന്നും ഇറങ്ങി പോവാട്ടോ. ഗൗതം പോയി കഴിഞ്ഞ ശേഷം നിധി മനസ്സിൽ ചിന്തിക്കുകയാണ്, അമ്മയ്ക്ക് എന്താണ് പറ്റിയത്? അമ്മ രാവിലെ നല്ല സന്തോഷത്തിലായിരുന്നു ഞങ്ങൾ പോവാന്ന് പറഞ്ഞപ്പോൾ, ഇപ്പോൾ പെട്ടെന്ന് എന്താ അമ്മയ്ക്ക് പറ്റിയത്? എന്തോ ഒരു കാരണമുണ്ട്, അതെന്താണെങ്കിലും എനിക്ക് അമ്മയോട് ചോദിക്കണം എന്ന് പറഞ്ഞ് നിധി പാറുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ പാറു ആണെങ്കിലോ പൊട്ടിക്കരയുകയാണ്, മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്, നിധിയും ഗൗതമും എത്ര ആശിച്ചതാണ് അവർ ടൂറിന് പോവാൻ വേണ്ടിയിട്ട്, ഞാനായിട്ട് അത് മുടക്കിയല്ലോ, ആ ശിവാനി കാരണമാണ്, ഒരിക്കലും ഗുണം പിടിക്കില്ല എന്ന് പറഞ്ഞ് പാറു മനസ്സുകൊണ്ട് ശിവാനിയെ ശപിക്കാൻ കേട്ടോ. അപ്പോഴാണ് നിധി അവിടേക്ക് വരുന്നത്. എന്നിട്ട് അമ്മയെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നിധിയുടെ മുഖത്ത് പോലും പാറുവിന് നോക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് അമ്മ എന്നോടൊന്ന് പറ, എന്താണ് കാരണം? എന്തോ ഒരു കാരണമുണ്ട്, ഞങ്ങൾ പോവണ്ട എന്ന് പറയാൻ അമ്മ എന്തോ ഒരു കാരണമുണ്ട്. ആരെങ്കിലും അമ്മയെ ഭീഷണിപ്പെടുത്തിയോ? എന്താണെങ്കിലും അമ്മ എന്നോട് തുറന്ന് പറയണം. എന്നോട് ഇതുവരെയും അമ്മ കള്ളം പറഞ്ഞിട്ടില്ല, എന്താണെങ്കിലും അമ്മ എന്നോട് മനസ്സ് തുറന്ന് പറയണം. നിധി നിർബന്ധിച്ചുകൊണ്ടേ ഇരിക്കാൻ കേട്ടോ. അപ്പോൾ പാറു ആദ്യം പറയുന്നുണ്ട്, ഇല്ല ഒന്നുമില്ല എന്ന് പറഞ്ഞ് നീ ഒന്ന് പോവാൻ നോക്ക് എന്ന് പറയുമ്പോഴൊക്കെ, അല്ല എനിക്ക് എന്തോ ഒരു സംശയമുണ്ട്, അമ്മ എന്തോ ആരെയോ പേടിക്കുന്നുണ്ട്, ആരാണ് അമ്മയോട് ഭീഷണിപ്പെടുത്തി സംസാരിച്ചത്, ആ ശിവാനിയാണോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് പാറു അങ്ങ് പതറുക കേട്ടോ. അങ്ങനെ പാറു നിധി നിർബന്ധിക്കുന്നത് കൊണ്ട് തന്നെ അവളോട് സത്യം പറയാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്താണ് ശിവാനി അവിടെ നിന്ന് ഇതൊക്കെ കേൾക്കുന്നത് പാറു കാണാൻ കേട്ടോ. അപ്പോൾ ശിവാനി അവിടെ നിൽക്കുന്നത് നിധി കാണുന്നില്ല. അങ്ങനെ ശിവാനി കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുകയാണ്, മിണ്ടി പോവരുത്, എങ്ങാനും എല്ലാ സത്യവും നിധിയോട് പറഞ്ഞാൽ പിന്നെ ഗൗതമും നിധിയും ഈ വീട്ടിലുണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പാറുവിനെ ഭീഷണിപ്പെടുത്തുന്നത്. ഗൗതമിനെ കുറിച്ചുള്ള എല്ലാ സത്യവും എല്ലാവരോടും ഞാൻ പറയും, ഗൗതമിനോടടക്കം പറയും എന്ന് പറഞ്ഞ ആ കാര്യം പാറുവിന് ഓർമ്മ വരികയാണ്. അങ്ങനെ ശിവാനി അവിടെ നിന്ന് ഭീഷണിപ്പെടുത്തുന്നത് കാണുമ്പോൾ വീണ്ടും പാറു ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ കേട്ടോ. അപ്പോൾ അല്ല, അമ്മ എന്നോട് എന്തോ പറയാൻ വേണ്ടി വന്നതാണ്, ഇപ്പോൾ പെട്ടെന്ന് അത് വീണ്ടും മാറി, എന്താണെങ്കിലും അമ്മ എന്നോട് തുറന്നു പറ എന്ന് വീണ്ടും നിധി നിർബന്ധിക്കുമ്പോൾ, ഒന്നുമില്ല എന്നല്ലേ നിന്നോട് പറഞ്ഞത്, നീ എൻ്റെ റൂമിൽ നിന്നൊന്ന് പോയി തരാമോ എന്ന് പറഞ്ഞ് നിധിയോട് പാറു ദേഷ്യപ്പെടാൻ കേട്ടോ. അപ്പോൾ നിധി പറയാണ്, ഒരു കാര്യം അമ്മ മനസ്സിലാക്കിക്കോ, അമ്മ എന്നിൽ നിന്നും എന്തോ മറച്ചു വെക്കുന്നുണ്ട്, അത് എന്താണെങ്കിലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നിധി ഇറങ്ങിപ്പോകുന്നത്. അങ്ങനെ നിധി പോയി കഴിഞ്ഞ ശേഷം പാറുവിൻ്റെ അടുത്തേക്ക് ശിവാനി വന്നിട്ട് പറയാണ്, ഒരിക്കലും നിധിയോട് ഇക്കാര്യം പറയാൻ നിൽക്കണ്ട, അങ്ങാനും അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗതം ആരാണെന്നുള്ളതും ഗൗതം അനാഥയാണെന്നുള്ളതും ഞാൻ അങ്ങ് വിളിച്ചു പറയും, ഗൗതമിനെ ദത്തെടുത്തതാണെന്നുള്ള കാര്യം എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഗൗതമിനോട് എല്ലാം ഞാൻ പറഞ്ഞിരിക്കും എന്ന് പറഞ്ഞ് വീണ്ടും പാറുവിനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് കേട്ടോ ശിവാനി റൂമിൽ നിന്നും പോകുന്നത്. അങ്ങനെ നിധി റൂമിൽ പോയി വിഷമിച്ചിരിക്കാൻ കേട്ടോ. അപ്പോൾ ഗൗതം ദേഷ്യപ്പെട്ടു പോയതും, ഗൗതം എവിടേക്കാവും പോയിട്ടുണ്ടാവുക, ഗൗതമിനെ വിളിച്ചാൽ ഫോൺ പോലും എടുക്കുന്നില്ലല്ലോ എന്നൊക്കെ വിഷമത്തോടു കൂടി നിധി മനസ്സിൽ ചിന്തിക്കുമ്പോഴാണ് അവിടേക്ക് ശിവാനി പരിഹാസത്തോടു കൂടി വരുന്നത്. എന്നിട്ട് ശിവാനി കീറിക്കിടക്കുന്ന ആ ടിക്കറ്റ് കാണുമ്പോൾ, അയ്യോ നിധി എന്ത് പറ്റി, എന്താണ് നീ പെട്ടെന്ന് ഇങ്ങനെ പോകുന്നില്ല എന്ന് തീരുമാനിച്ചത്, ഗൗതമിന് എത്ര വിഷമമായിട്ടുണ്ട്, നീ എന്താ ഇങ്ങനെ ഒരു തീരുമാനിച്ചത്, വെറുതെ ഡ്രസ്സൊക്കെ വാങ്ങി നീ അതൊക്കെ പാക്കാക്കി വെച്ചുള്ളേ, എന്തൊരു കഷ്ടം എന്നൊക്കെ പറഞ്ഞ് നിധിയെ വല്ലാതെ അങ്ങ് മോശമാക്കി കളിയാക്കി കൊണ്ട് ശിവാനി സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിധിക്ക് കാര്യം മനസ്സിലാവാണ് ശിവാനി കളിയാക്കുകയാണെന്നുള്ളത്. അപ്പോൾ ശിവാനിയുടെ നേരെ ദേഷ്യപ്പെട്ടിട്ട് നിധി പറയാണ്, നീ വല്ലാതെ അങ്ങ് കളിയാക്കി സംസാരിക്കൊന്നും വേണ്ട നിധി, ഞാൻ കളിയാക്കിയതല്ല, നിന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്നതാണ്, നീ എന്താ അങ്ങനെ പറയുന്നത് എന്നൊക്കെ ശിവാനി വീണ്ടും കളിയാക്കിയിട്ട് ചോദിക്കുക
ചോദിക്കുമ്പോൾ നിധി പറയാണ്, നീ ഇപ്പോൾ ഇവിടേക്ക് വന്നത് തന്നെ ഞാനിപ്പോൾ ടൂറിന് പോകുന്നില്ല എന്നുള്ള സന്തോഷത്തിലാണെന്നുള്ളതൊക്കെ എനിക്കറിയാം. ഇന്നലെ രാത്രി പോലും നീ വല്ലാതെ ആഗ്രഹിച്ചിട്ടുണ്ടാവും എൻ്റെ ഈ ടൂറ് എങ്ങനെയെങ്കിലും ഒന്ന് മുടങ്ങണം എന്നുള്ളത്. ഇപ്പോൾ അതുപോലെ തന്നെ നടന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ്, അതുപോലെ നടത്തിയത് ഞാൻ തന്നെയാടി. നീ ഇപ്പോൾ ടൂറിന് പോവാതിരിക്കാനുള്ള കാരണക്കാരിയും ഞാനാണ്. ഞാൻ തന്നെയാണ് നിൻ്റെ ടൂറൊക്കെ മുടക്കിയത് എന്ന് ശിവാനി മനസ്സിൽ ചിന്തിക്കാൻ കേട്ടോ. എന്നിട്ട് ശിവാനി പറയാണ്, എന്താ നിധി നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിനക്ക് ആരുടെ കണ്ണ് പറ്റിയതാണ്? അതുകൊണ്ടാണ് നിനക്ക് പോവാൻ പറ്റാഞ്ഞത്. നീയും ഗൗതമും ഈ സമയത്ത് ഇപ്പോൾ എയർപോർട്ടിൽ ഇരിക്കേണ്ടതല്ലേ? ഞാൻ കരുതിയത് നീ സ്വിറ്റ്സർലാൻഡിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് എന്നെപ്പോലെ 2 കുട്ടികളെ നീ ഗർഭിണിയായിട്ടുണ്ടാവുമെന്നാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? 2 കുട്ടികൾ പോയിട്ട് ഒരു കുട്ടിയെ പോലും എനിക്കിപ്പോൾ ഗർഭം ധരിക്കാൻ കഴിഞ്ഞില്ലല്ലോ, എന്തൊരു കഷ്ടമാണ് എന്ന് പറഞ്ഞ് ശിവാനി വീണ്ടും നിധിയെ പരിഹസിക്കാൻ കേട്ടോ. അങ്ങനെ നിധി പറയുന്നു, നിന്നോടാണ് പറഞ്ഞത് മര്യാദയ്ക്ക് നീ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിക്കോ. നീ ഇപ്പോൾ ഇവിടെ വന്നതും നിൻ്റെ ഉദ്ദേശവും എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. നീ അത്രമാത്രം അധികം മനസ്സുകൊണ്ട് സന്തോഷിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നീ ഇവിടെ നിന്ന് പോയി തരുന്നുണ്ടോ എന്ന് ദേഷ്യത്തിൽ നിധിയോട് ചോദിക്കുമ്പോൾ ശിവാനി പറയണേ, ഞാൻ പോയി തരാം, പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിനക്ക് അർഹതയില്ലാത്തതാണ് നീ ആഗ്രഹിച്ചത്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നിൻ്റെ തലയിലെഴുത്തല്ലേ നിനക്ക് വരികയുള്ളൂ എന്ന് പറയുമ്പോൾ നിധി പറയണേ, ഞാൻ അങ്ങനെ അർഹതയില്ലാത്തത് ഒന്നും ആഗ്രഹിക്കാറില്ല. നീയല്ലേ കാശിന് വേണ്ടി ആഗ്രഹിക്കുന്നതും അതിൻ്റെ പുറകെ പോകുന്നതും. ഞാൻ അങ്ങനെയൊന്നും ഇതുവരെ ആഗ്രഹിച്ചിട്ടില്ല, ഞാൻ അങ്ങനെ പോയിട്ടുമില്ല. നീയല്ലേ കാശിന് വേണ്ടി ആഗ്രഹിച്ച് പ്രണവിനെ സ്നേഹിക്കുന്നത് പോലെ അഭിനയിച്ച് അവനെ വിവാഹം കഴിച്ചത്, അല്ലാതെ ഞാൻ അങ്ങനെയൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. നീയാണ് ഇല്ലാത്തതൊക്കെ ചെയ്ത് കൂട്ടുന്നത്. അതൊക്കെ നിനക്ക് നാളെ തിരിച്ചടിയായി കിട്ടുക തന്നെ ചെയ്യും. ശിവാനി പറയണേ, ഇതൊക്കെ കൊണ്ട് തന്നെയാടി നിനക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്. കല്യാണത്തിൻ്റെ മുന്നേ എൻ്റെ അച്ഛൻ്റെ മുന്നിൽ മൂക്കൊലിപ്പിച്ചുകൊണ്ട് യാചിച്ചു നിൽക്കുമ്പോൾ പണക്കാരനായ ഗൗതമിനെ കല്യാണം കഴിച്ച നീ അങ്ങ് പണക്കാരിയായി എന്നാണോ നീ കരുതിയത്? എൻ്റെ പണക്കാരൻ പയ്യനെയും നിന്നെയും ഞാൻ ഒരു പാഠം പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് 2 പേർക്കും നല്ലൊരു തിരിച്ചടി തന്നെ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നീ എന്ത് ചെയ്യുമെന്നാടി പറയുന്നത്? അതൊക്കെ ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. നീ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, നിനക്കൊന്നും ചെയ്യാനും കഴിയില്ല. നീ എന്നെ പല തവണ ഓരോന്നിനും വെല്ലുവിളിച്ചിട്ട് അതിലൊക്കെ നീ തോറ്റ് തുന്നം പാടിയത് നിനക്ക് ഓർമ്മയില്ലേ? അതുപോലെ ഇതിലും നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. നീ എന്താടി മനസ്സിൽ കരുതിയിട്ടുള്ളത്? നീ എന്തോ മനസ്സിൽ വെച്ചിട്ടാണ് ഈ സംസാരിക്കുന്നത് എന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും നിൻ്റെ ആ മനസ്സിലിരിപ്പൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് നിധി ശിവാനിയെയും ഒന്ന് വെല്ലുവിളിച്ച് സംസാരിക്കാൻ കേട്ടോ. അങ്ങനെ ശിവാനിയെ ആ റൂമിൽ നിന്നും ആട്ടി പറഞ്ഞയക്കണം.